ഇപ്പോഴും ട്രെൻഡിങ് തുടർന്നുകൊണ്ടിരിക്കുന്നൊരു മെറ്റീരിയലാണ് മൽച്ചന്തേരി. അപ്പോൾ മൽച്ചന്തേരിയിൽ ഒരുപാട് ലേസുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു 3 പീസ് സൽവാർ സെറ്റാട്ടോ നമ്മൾ ഇന്ന് കസ്റ്റമൈസ് ചെയ്യുന്നത്. സ്വീക്കൻസിൻ്റെ ലേസും കോയിൻ ലേസും നോർമൽ ലേസും ഒക്കെ ആഡ് ചെയ്തിട്ട് പൈപ്പിങ്ങും എല്ലാം ആഡ് ചെയ്തിട്ടുള്ളൊരു വർക്കാട്ടോ ഇന്ന് കാണിക്കുന്നത്. ഈ ഒരു ഫാബ്രിക്കിൻ്റെ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് റെഡാണെന്ന് പറയാനൊന്നും അറിയില്ല, പക്ഷേ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നൊരു കളറായിരുന്നു ഇത്. ഫൈനൽ ലുക്ക് കാണാനും അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും ലേസുകൾ ആഡ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണെങ്കിലും അതിൻ്റെ ഒരു ആർഭാടൊന്നും ആ ഡ്രസ്സിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഭയങ്കര പ്രൗഡി തോന്നിക്കുന്ന ഒരു ലുക്കായിരുന്നു കേട്ടോ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കസ്റ്റമറും ആയിരുന്നു കേട്ടോ. നല്ല കസ്റ്റമറിനെ കിട്ടുക എന്ന് പറഞ്ഞത് ഒരു ഭാഗ്യം തന്നെയാണ്. ഒലിവ് ഗ്രീൻ കളറിൽ വരുന്ന മൽച്ചന്തേരിയുടെ ഫാബ്രിക് തന്നെയാണ് നമ്മൾ പൈപ്പിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ദുപ്പട്ടയുടെ 4 സൈഡിലും ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ടും നമ്മൾ ഈ പൈപ്പിംഗ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ കോയിൻ ലേസും നമ്മൾ ഒട്ടുമിക്ക ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിൻ്റെ താഴ്ഭാഗത്തും ഷോളിൻ്റെ 2 ചെറിയ ഭാഗങ്ങളുണ്ടാവുമല്ലോ, താഴെ ഫേസിലേക്ക് വരുന്ന അല്ലാത്ത 2 ചെറിയ ഭാഗങ്ങളിലും സ്ലീവിൻ്റെ അറ്റത്തും ഒക്കെ നമ്മൾ ഈ കോയിൻ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഈ കോയിൻ ലേസ് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ, പക്ഷേ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ്. ഇത് വെച്ചിട്ട് ചെയ്ത ഫൈനൽ ലുക്കൊക്കെ കാണാൻ നല്ല ഭംഗി, എന്താണെന്നറിയില്ല എനിക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. എന്തായാലും കസ്റ്റമർ ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാം. ഡ്രസ്സ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് DM ചെയ്താൽ മതിയേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.